ഹിന്ദു ഐക്യവേദി സംസ്ഥാന നേതാവ് ശ്രീ ആർ വി ബാബു നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ആർ വി ബാബു, കേരളം കാത്തിരുന്ന ഒരു കണ്ടെത്തൽ, കേരളം കാത്തിരുന്ന ഒരു ശിക്ഷാവിധി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. 15 പ്രതികളും കുറ്റക്കാരെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു, എങ്ങനെ കാണുന്നു താങ്കൾ? ആശ്വാസകരമായ ഒരു വിധിയാണ് ഇത് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. അതിന്റെ ശിക്ഷാവിധി എന്താണ് എന്നുള്ളത് അറിയുമ്പോൾ മാത്രമേ നമുക്ക് കുറ്റക്കാരാണെന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. വിധി എന്താണ്, അവർക്ക് നമ്മുടെ നീതിന്യായപീഠം വിധിക്കുന്ന തരത്തില് ഏറ്റവും ക്യാപിറ്റൽ പണിഷ്മെന്റ് തന്നെ അവർക്ക് കിട്ടുമോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കാത്തിരുന്ന മതിയാവും. ക്യാപിറ്റൽ പണിഷ്മെന്റിന് അർഹരാണ് തീർച്ചയായിട്ടും അവർ. സ്വന്തം അമ്മയുടെയും ഭാര്യയുടെയും മുന്നിലിട്ടാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ അതിനിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടത്. കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച ഒരു കൊലപാതകം, ഭീകരവാദം എത്ര കണ്ട് തീവ്രമായ രീതിയിൽ നമ്മുടെ കേരളത്തെ നടുക്കുന്ന തരത്തിൽ നടത്തിയിട്ടുള്ള ആസൂത്രിതമായ ഒരു കൊലപാതകം, ഭീകരവാദത്തിന്റെ എല്ലാ കൈകളും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ഇതിനെ തെളിഞ്ഞ ഒരു കൊലപാതകം. അപ്പൊ തീർച്ചയായിട്ടും കേരളം മുഴുവൻ ചർച്ച ചെയ്ത ഒരു കേസ്, അതിന്റെ വിധി കുറ്റക്കാരാണെന്ന് കണ്ടെത്തി എന്നുള്ളത് ആശ്വാസകരം തന്നെ. എന്നാൽ അതിന്റെ വിധി എന്താണെന്ന് നമ്മൾ കാത്തിരിക്കുകയാണ്. അവർക്ക് നീതിന്യായ പീഠത്തില് ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് അവർക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിക്കുമെന്നാണ്. ആ നിലയ്ക്ക് അത്രയും ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം നടത്തിയ ആളുകളാണ്. അവരെ ആ നിലയ്ക്ക് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നീതി ലഭ്യമാകുന്ന തരത്തില് രഞ്ജിത്ത് ശ്രീനിവാസന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും സംഘടനയ്ക്കും ഒക്കെ നീതി ലഭ്യമാകുന്ന തരത്തിൽ ഒരു വിധി നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന അതിനാണ്. അതിനുവേണ്ടി പ്രവർത്തിച്ച, ഈ ഒരു വിധിയിലേക്ക് നയിച്ച, അതിന് കേസ് നടത്തിയ, സാക്ഷി പറഞ്ഞ, അതിന്റെ തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടി കൂട്ടായ രീതിയിൽ പ്രവർത്തിച്ച എല്ലാവരും അഭിനന്ദനം അറിയിക്കുന്നു. ആ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ നീതി ലഭ്യമാക്കാൻ വേണ്ടി നടത്തിയ പോരാട്ടത്തിൽ സംഘടനയും അതോടൊപ്പം തന്നെ നിരവധി പ്രവർത്തകരും ആളുകളും ഒക്കെ അതിന്റെ കൂടെ ഉണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദനം അറിയിക്കുന്നു. കോടതി ഈ കാര്യത്തിൽ നീതിപൂർവമായി തന്നെ നിലപാടെടുക്കും എന്ന ഒരു പ്രതീക്ഷയെ മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ. ശ്രീ ആർ വി ബാബു, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ, ശക്തമായ, മാതൃകാപരമായ ഒരു ശിക്ഷ തന്നെ ഈ ഒരു പ്രതികൾക്ക് ഉറപ്പാക്കുമെന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുക, പ്രതീക്ഷിക്കാൻ സാധിക്കുക. കാരണം അത്രത്തോളം കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ ഭയപ്പെടുത്തിയ, അല്ലെങ്കിൽ കണ്ണീരണിയിച്ച, മനസാക്ഷിയെ പോലും ഞെട്ടിച്ച ഒരു അരുംകൊലയാണ് ഉണ്ടായിരുന്നത്. നിരപരാധിയായ ഒരു വ്യക്തിയെ അറുംകൊല നടത്തിയ ഈ ഭീകരത, അത് നമ്മുടെ പോലീസിനും പോലീസ് സംവിധാനങ്ങൾക്കും സർക്കാരിനും അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയില്ല. കാരണം അത്രത്തോളം ഈ ഭീകരതയ്ക്ക് കുടപിടിക്കുന്ന ഒരു സംസ്ഥാന സർക്കാരാണ് നമുക്ക് ഇന്നുള്ളത്. പക്ഷേ നീതിന്യായ വ്യവസ്ഥയെ നമുക്ക് അതിൻ്റെതായ രീതിയിൽ നോക്കിക്കാണാം. 15 പ്രതികളും കുറ്റക്കാരാണ്. അതിൽ 12 പ്രതികളും ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തു എന്ന രീതിയിലുള്ള നിരീക്ഷണം കണ്ടെത്തി തന്നെയാണ് കോടതിയുടെ ഭാഗത്തിനുണ്ടായത്. അതുകൊണ്ട് തന്നെ കേരളം പ്രാർത്ഥിക്കുന്നത് പോലെ, ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ആ ഒരു വിധിയെ നമുക്ക് കാത്തിരിക്കാം, അല്ലേ? തീർച്ചയായും നമ്മൾ കാത്തിരിക്കുക തന്നെ നിവൃത്തിയുള്ളൂ. നമുക്ക് അല്പസമയത്തിനും തന്നെ ആ വിധി നമുക്ക് കേൾക്കാൻ സാധിക്കും, കാണാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. നീതി നടപ്പാവുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെ, തിങ്കളാഴ്ചയാണ് നിർണായകമായ വിധി പ്രഖ്യാപനം കോടതിയുടെ ഭാഗത്തിനും ഉണ്ടാവുക. വളരെ ആശ്വാസകരാണ്. നമുക്ക് കാത്തിരിക്കാം. നീതി നടപ്പാകും. എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ ഒരു വിധി ഉണ്ടാകും എന്നുള്ളൊരു കാത്തിരിപ്പില് മാത്രമേ നമുക്കിപ്പോ തൽക്കാലത്തേക്ക് എനിക്ക് പറയാനുള്ളൂ. ബാക്കി വിധി വന്നതിന് ശേഷമുള്ള ദിവസങ്ങളിൽ നമുക്ക് പ്രതികരിക്കാൻ സാധിക്കും. യെസ്, വളരെയധികം നന്ദി ശ്രീ ആർ വി ബാബു, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്.